ആ ആവേശത്തിന്റെ ഭാഗമായി ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷെ അല്ല, നിങ്ങൾ ഞാനൊക്കെ അറിയാതെന്ന് നിങ്ങൾ അങ്ങനെ ചോദ്യം ചോദിക്കാനല്ലോ പത്രസമ്മേളനമല്ലോ പൊതുയോഗം എന്ന് പറഞ്ഞാൽ. ഈ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ഈ പത്രസമ്മേളനം ആയതുകൊണ്ടല്ലേ. നിങ്ങളെല്ലാരും വന്ന് എന്റെ പൊതുയോഗത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ആളും ചോദ്യം ചോദിക്കൂ. അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന മറുപടി അത് തന്നെയായിരിക്കും. അത് സ്വാഭാവികമല്ലേ. പൊതുയോഗത്തിന്റേതായ മര്യാദയുണ്ട്. പൊതുയോഗത്തിൽ നമ്മൾ ഒരാൾ സംസാരിക്കാൻ ചെല്ലുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ ആരോ ആവട്ടെ സംസാരിക്കുന്നു. ഇഷ്ടമില്ലാത്തവർ കേൾക്കണ്ട, പോകണം. ഇഷ്ടമുള്ളവർ കേട്ടാൽ മതിയല്ലോ. അതല്ലേ അതിന്റെ രീതി. അത് കലക്കുന്നതിനോ ബഹളം വെക്കുന്നതിനോ എന്നുള്ള നടപടികൾ സ്വീകരിക്കാൻ പാടില്ലല്ലോ. പണ്ട് വേറൊരു രീതി ഉണ്ടായിരുന്നു. ചില ആൾക്കാര് വളരെ ദശാബ്ദങ്ങൾക്ക് മുൻപാണ്, ഇപ്പൊ നിങ്ങളെ ഈ പ്രായത്തിലല്ല. അപ്പോ ചിലയിടത്ത് പോയാല് ഒരു കടലാസിൽ ചോദ്യം എഴുതിയിട്ട് കൊണ്ടുകൊടുക്കും. ഇപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം പറയാനാണോ ഈ പൊതുയോഗത്തിൽ പറയേണ്ട കാര്യങ്ങൾ പറയാനില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ രീതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ചില ആൾക്കാർ ചിലതിനെ എതിർക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെയുള്ളതൊന്നും നമ്മൾ സാധാരണ പൊതുമര്യാദയിൽപ്പെട്ടതല്ല. പിന്നെ പൊതുമര്യാദയൊന്നും പാലിക്കേണ്ടതില്ല. പിണറായി വിജയന്റെ മീറ്റിംഗ് ആയാലും ഇങ്ങനെയൊക്കെ ആയിക്കോളുമെന്ന് കെ സി വേണുഗോപാലിന് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായല്ലോ അത് ശരിയല്ലാതെ വന്നു. അതുതന്നെയല്ലേ അദ്ദേഹം മാധ്യമപ്രവർത്തകരോടും പറഞ്ഞത്, പോയി ചോദിച്ചപ്പോ. അത്രയും അതിനെ കാണേണ്ടതുള്ളൂ. അവിടെ നമ്മള് എല്ലാവർക്കും അറിയാലോ. ഞാനിപ്പം അവൻ എന്നാണ് പറയാൻ പോകുന്നത്. അവളോടൊപ്പം ആരായിരുന്നു, അവരോടൊപ്പം ആരായിരുന്നു, എല്ലാവർക്കും അറിയാം. ഞങ്ങള് എല്ലാ ഘട്ടത്തിലും അവളോടൊപ്പമായിരുന്നു. ഞാനും ആ നില തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ അവനോടൊപ്പം നിന്നവരാരാ? ഈ ചോദ്യം ഇപ്പൊ എന്നോട് ചോദിക്കാൻ തയ്യാറായ നിങ്ങളല്ല, പ്രതിപക്ഷ നേതാവടക്കം അല്ലേ. പ്രതിപക്ഷ നേതാവടക്കമുള്ള ആൾക്കാർ എന്താ ചെയ്തത്? അവനെ പവിത്രീകരിക്കാൻ വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടത്തിയില്ലേ? വലിയ ഇടപെടലുകൾ നടത്തിയില്ലേ? സംരക്ഷിക്കുകയല്ലേ ചെയ്തത്? ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആ ഘട്ടത്തിൽ അവളെ പറ്റി ചിന്തിച്ചോ? ഈ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മൊത്തമായും ചില്ലറയായും സൈബർ പടയുണ്ടല്ലോ. ആ സൈബർ പടയാകെ ആർക്കെതിരെയാണ് ആക്രമണം അടിച്ചു വിട്ടത്? അവൾക്കെതിരെയല്ലേ? അതല്ലേ നമ്മൾ കണ്ടത്. ഇപ്പോഴും അതല്ലേ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഞങ്ങൾ അന്നും അവളോടൊപ്പമാണ്, ഇന്നും അവളോടൊപ്പമാണ്. കപ്പിന്റെ കാര്യം ചോദിച്ചപ്പോൾ എന്താ കപ്പിന് ഞാൻ ആ കപ്പ് എടുത്തു പോയത് ഈ അവളൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു എന്ന് മനസ്സിലായിക്കൊണ്ടല്ല. ഞാൻ ആ കപ്പിൽ ഒരു വെള്ളം കുടിക്കുന്നു, അന്നേരം മാധ്യമപ്രവർത്തകരെ കപ്പിന്റെ ഫോട്ടോ കൊടുക്കുന്നു. അത് യാദൃശ്ചികമായി വന്നതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം അവളോടുള്ള സമീപനത്തിൽ ഞാൻ മാറ്റം വരുത്തിയെന്നല്ല. കപ്പന്റെ കയ്യിലെന്ന് വന്നത് യാദൃശ്ചികമായിട്ടാണ്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കി മറ്റതെല്ലാം ബോധപൂർവമാണ്. അവളോടൊപ്പം നിന്നതും ഇപ്പൊ നിൽക്കുന്നതും. ഇനി ആർക്കെങ്കിലും അങ്ങനെ ദുരനുഭവം ഉണ്ടായാൽ അവരോടൊപ്പം നിൽക്കുന്നതും എല്ലാം ഞങ്ങളുടെ ഒരു നിലപാട് തന്നെയാണ്. ആ നിലപാടിന്റെ ഭാഗമായി ഞാൻ സ്വീകരിക്കുന്ന നിലപാടാണ്. അത്രയും അതിനെ കാണേണ്ടതുള്ളൂ. ഞാൻ പറഞ്ഞ ഈ അവൻ എന്ന് പറഞ്ഞ കൂട്ടത്തിലുള്ള ആളുടെ ഭാര്യയായിരുന്നു ഇത്. ഭാര്യയുടെ ഭാഗമായിട്ടായിരുന്നു ഈ പ്രശ്നം വന്നത്. അവന്റെ ഭാര്യ അത്തരം ഒരു സംഭവത്തിന്റെ പരാതിയുമായിട്ട് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും കുടുംബ പ്രശ്നമായിരുന്നു? നാട് മുഴുവൻ വിഭജിക്കാൻ നടന്നിട്ട് സ്ത്രീകളെ വലിയ തോതിൽ ദുർബോധനപ്പെടുത്തി ബലാത്സംഗം ചെയ്തിട്ട് എന്നിട്ട് അവനെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ ചെയ്തു? അതല്ലേ പ്രതിപക്ഷ നേതാവും സംഘവും ചെയ്തത്? എന്തൊരു സംഘമായിട്ടാണത് മാറിയത്? നിങ്ങളൊക്കെ സാംസ്കാരിക കേരളത്തിന് അതുപോലെയല്ലേ? അതിന്റെ ഭാഗമായിട്ടല്ലേ ഈ ചോദ്യം വന്നത്? എന്താ ഞാൻ പറഞ്ഞു തീരണ്ടേ എന്ന്? നിങ്ങൾ ചോദിച്ചതിന് ഞാൻ പറയണം. നിങ്ങളെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയും. അതിന് നിങ്ങൾ ക്ഷമിക്കുക. ഗണേഷ് കുമാറിന്റെ കുടുംബമാണ്
കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാവും. കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ എടുത്തിയാലും ചെയ്യേണ്ടതല്ല. അവരുടേതായ രീതിയിൽ ആ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. പിന്നെ ഇതിനാ ഞങ്ങൾ ഇടപെടേണ്ട കാര്യം വന്നിട്ടില്ല. അതാണ് കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.